എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു മതവിശ്വാസിയാണ്. എന്നാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെയാണോ വിശ്വസിക്കുന്നത്? ആ മതത്തിനെതിരായിട്ട് മറ്റാരെങ്കിലും പറയുകയാണെങ്കിൽ അവർ ശത്രുവായിട്ട് കാണുന്ന രീതിയാണോ നിങ്ങൾ പിന്തുടരുന്നത്? നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൈവത്തിന് പല രീതിയിൽ പല പേരിൽ പലരും വിളിക്കും എന്ന് മാത്രം. ഒരു കാരണവശാലും മറ്റ് മതത്തെ എതിർക്കുന്നവർ വിഡ്ഢികളാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെള്ളം കൊണ്ട് ഒരു ഉപയോഗം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നത് പോലാണ് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ മതത്തിൻ്റെ മാത്രമാണ് ആ ദൈവം എന്ന് വിശ്വസിക്കുന്നത്. മതം എന്ന് പറയുന്നത് തന്നെ അഭിപ്രായം എന്നാണ്. ദൈവത്തെക്കുറിച്ച് പലരുടെയും അഭിപ്രായമാണ്. ഈ വെള്ളം കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. നമ്മൾ ഈ ഉപയോഗം വെള്ളം ദാഹം തീർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു ഉപയോഗങ്ങളൊന്നും വേറെ ആരെങ്കിലും ഇത് കൊണ്ടുവന്നിട്ട് മാലിന്യങ്ങൾ നീക്കാൻ വെള്ളം കൊണ്ട് കഴിയും. പല പല കാരണങ്ങൾ കൊണ്ട് ഈ വെള്ളം കഴിയുമെന്ന് വേറൊരാളെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുന്നത് പോലാണ് മറ്റ് മതങ്ങളെ നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് മറ്റ് മതങ്ങളെ എതിർക്കാതെ മറ്റ് മതങ്ങളെ കൂടി പഠിക്കുവാൻ ശ്രമിക്കുക. മറ്റ് മതങ്ങളെ എതിർക്കുന്ന ഒരാൾ ഒരു കാരണവശാലും അയാൾ പൂർണ്ണനല്ല. മറ്റ് മതങ്ങളെയും കൂടി പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. നമ്മളെല്ലാവരും മറ്റ് മതക്കാരെ മനസ്സിലാക്കുകയും മറ്റ് മതത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ നല്ലത് നമ്മൾ എടുക്കുകയും എല്ലാ മതത്തിൽ നിന്നും നല്ലതെടുക്കുകയും നല്ലതുപോലെ ജീവിക്കുകയും ചെയ്യുക. ഒരു കാരണവശാലും മറ്റ് മതക്കാരെ നമ്മൾ എതിർക്കാനേ പാടില്ല. അവരും നമ്മൾ വിശ്വസിക്കുന്ന അതേ ദൈവത്തെ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്. പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ വെള്ളത്തിന് പല ഭാഷയിൽ പല പേരാണ് അതിനെ വിളിക്കുന്നത് എന്ന് കരുതി അതിൻ്റെ ഉപയോഗങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അതുപോലാണ് ദൈവത്തെ പല പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. ദൈവം ഒന്നേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കി.